എനിക്കറിയില്ല കേട്ടോ, എന്തോ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഒരു ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറും കറി ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് വളച്ചിട്ട്. എനിക്ക് അതുപോലെ എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ആഹാരം കഴിച്ചിട്ട് 2 ദിവസമായി. ഒരു മകളെ വിവാഹം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതോടെ ആ ബാധ്യതകളെല്ലാം തീർന്നു. മകളെ നല്ലൊരു കൈകളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന വിശ്വാസത്തോടെ ഓരോ അമ്മമാരും സമാധാനപരമായി കല്യാണം കഴിച്ചു കൊടുക്കുന്നതോടുകൂടി ഒരു ബാധ്യതയും തീരുന്നില്ല. നിങ്ങൾ വിവാഹം കഴിച്ച് പെൺകുട്ടികളെ അയക്കുന്നതിന് മുമ്പ് എങ്ങനെ ആയിരുന്നു അത് തന്നെ തുടർന്നു പോകണം. അതായത് അവരുടെ കാര്യങ്ങളൊക്കെ വിവാഹം കഴിച്ചു കൊടുത്താലും നിങ്ങൾ അന്വേഷിക്കണമെന്ന ഗാർഹിക പീഡനം പണ്ടൊന്നും വീടുകളിൽ ഇതുപോലൊന്നും ഉണ്ടായിരുന്നില്ല. ഗാർഹിക പീഡനത്തിന് ഇരയാകുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്യപിച്ച് വീട്ടിൽ വന്ന് ഉപദ്രവിക്കുകയും അതേ തുടർന്ന് ആത്മഹത്യയും അല്ലെങ്കിൽ കൊലപാതകവും നടക്കുന്ന ഇന്ന് നമ്മൾ ഓരോ അമ്മമാരും നമ്മളുടെ മക്കളെ വിവാഹം കഴിച്ചു കൊടുത്തയച്ചതിന് ശേഷവും അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണം. അവർ പോയ സ്ഥലത്ത് സുരക്ഷിതമല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരെ അവിടെ നിന്നും മാറ്റണം. മാറ്റുക എന്ന് പറഞ്ഞാല് അവർക്ക് സൗകര്യങ്ങളും ഇതും ഒന്നും അല്ല കൊടുക്കേണ്ടത്. അവരെ ചേർത്ത് പിടിക്കുക. പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും 2 മക്കളെയും ഒരുപോലെ കാണുക. മകൻ വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന പെൺകുട്ടിയെ നല്ല മകളെ പോലെ തന്നെ കണ്ടിട്ട് എത്ര അമ്മമാര് നോക്കുന്നുണ്ട്. അങ്ങനെ കാണുകയാണെങ്കിൽ ഇതുപോലുള്ള കൊലപാതകങ്ങളും ആത്മഹത്യകളും നമുക്കിവിടെ കുറയ്ക്കാൻ പറ്റുള്ളൂ. സ്വന്തം അമ്മ തന്നെയാണ് ഓരോ പെൺകുട്ടിയെയും മരണത്തിലേക്ക് തള്ളിവിടുന്നത് എന്ന് തന്നെ ഞാൻ പറയുന്നത്. ഈ പെൺകുട്ടികളെല്ലാവരെയും നല്ലതുപോലെ ലാളിച്ച് വളർത്തിക്കൊണ്ടു വന്ന് മകനേക്കാൾ കൂടുതൽ മകൾക്ക് സ്നേഹവും കൊടുത്ത് എല്ലാ സൗകര്യങ്ങളും മകൾക്ക് കൊടുത്ത് മകളെ പഠിപ്പിച്ച് ഒരു ഉദ്യോഗസ്ഥയാക്കി 100 പവന് 150 പവൻ കൊടുത്ത് വിവാഹം കഴിച്ച് അയക്കുകയും അതിനുശേഷം ആ പയ്യന്റെ വീട്ടുകാർ പറയുന്നത് പോലെ വീണ്ടും വീണ്ടും ആഭരണമോ പണമോ കാറോ സ്വത്തോ ചോദിച്ചാൽ വീണ്ടും എഴുതി കൊടുക്കുകയും കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യുന്ന ഓരോ അമ്മമാരുമാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. അച്ഛന്മാർക്ക് ഇതിൽ പങ്കില്ലാതെ ഒന്നുമില്ല. അച്ഛൻ എന്നും പറഞ്ഞിട്ട് കല്യാണത്തിന് മുന്നേ വളർത്തി വലുതാക്കി വീട്ടിലെ ചെലവുകൾക്ക് മാത്രം കാശും കൊടുത്തിരുന്നാൽ മാത്രമുണ്ട്. അച്ഛനും അമ്മയ്ക്ക് തുല്യ പ്രാധാന്യമാണ് നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കുന്നതിലും വിവാഹം കഴിച്ചയക്കുന്നതിലും വിവാഹത്തിന് ശേഷം അവരുടെ കാര്യങ്ങൾ തിരക്കുന്നതിലും. ഇതൊന്നും ചെയ്യാതെ നമ്മൾ വിവാഹം കഴിച്ചു കൊടുത്താൽ നമ്മൾ നല്ലൊരു കൈകളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന വിശ്വാസത്തോടെ വീട്ടിലിരിക്കുന്ന അമ്മമാരെ അച്ഛന്മാരെ, ഇന്നത്തെ പെൺകുട്ടികൾക്ക് പണ്ടുള്ള പെൺകുട്ടികളെ പോലെ സഹനശക്തി കുറവാണ്. അവർക്ക് എന്തും സഹിക്കാനുള്ള കഴിവില്ല. ഇപ്പൊ നല്ല വിദ്യാഭ്യാസമുണ്ട്, ജോലിയുണ്ട്, എന്നിട്ടും പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. അല്ലെങ്കിൽ അവരുടെ ഉപദ്രവങ്ങൾ സഹിച്ച് അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. നല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു ജോലി നേടാനുള്ള പക്വത വന്നതിന് ശേഷം ജോലി കിട്ടിയിട്ട് വിവാഹം കഴിച്ചു കൊടുക്കുന്നു, ജോലി കിട്ടുന്നതിന് മുമ്പേ വിവാഹം കഴിച്ചു കൊടുക്കുന്നു. എല്ലാം കൂടി പ്രത്യേകിച്ചും ഈ കൊല്ലം ഭാഗത്തുള്ളവരാണ് ഏറ്റവും കൂടുതൽ. നമ്മളെ മറ്റു ജില്ലകളിൽ മരണസംഖ്യ ഇല്ല എന്നല്ല, കൊല്ലം ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയിലാവട്ടെ വിഭജികയും കുഞ്ഞും മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. കഴിഞ്ഞ ആഴ്ചയിൽ വിഭജികയും മകളും മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. അതിനു മുമ്പ് വിസ്മയയെ കൊന്നു. അതും ഭർത്താവിന്റെ പീഡനമായിരുന്നു. വിഭജികയും ഭർത്താവിന്റെ പീഡനം കൊണ്ട് മരിച്ചു. ഉത്തര, അതും കൊല്ലത്താണ്. ഉത്തരയും ഭർത്താവിന്റെ പീഡനം കൊണ്ടാണ് മരണപ്പെട്ടത്. അതുല്യയാണ് ഇപ്പം മരിച്ചിരിക്കുന്നത്. അതുല്യയുടെ ഭർത്താവ് സതീഷ് അവരെ ഉപദ്രവിക്കുന്നതിന്റെയും കുറെ വീഡിയോയും ഫോട്ടോസും എല്ലാം കണ്ടു. ആ പെൺകുട്ടിയെ, എന്തൊരു സുന്ദരിയായ മകൾ. പെൺകുട്ടികളെ ആരും തന്നെ ആൺകുട്ടികൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ തയ്യാറായിട്ട് വരുന്നില്ല. കാരണം എന്താണെന്നോ, ഇതുപോലുള്ള ഓരോ മരണങ്ങളാണ് ഒന്ന്. രണ്ടാമത്തത്, വിവാഹത്തിന് മുമ്പ് വേണ്ടത്ര കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു കൗൺസിലിംഗ് വേണം. ക്രിസ്ത്യൻ വിവാഹത്തിന്, അവരുടെ വിവാഹത്തിന് മുമ്പ്
അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. ഒരു ക്ലാസ് ഉണ്ട്, ചെക്കനും പെണ്ണിനും ഒക്കെ ആയിട്ടുള്ള ഒരു ക്ലാസ് കൊടുക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. അവരുടെ വീട്ടുകാർക്ക് കൊടുക്കുന്നുണ്ടോ ഉള്ളത് എനിക്കറിയില്ല. എന്തായാലും ഹിന്ദു മതത്തിലുള്ളവർക്ക് ആർക്കും തന്നെ വിവാഹത്തിന് മുമ്പ് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നില്ല. ഹിന്ദു വിവാഹത്തിനും ഇതുപോലുള്ള ഒരു കൗൺസിലിംഗ് അത്യാവശ്യമാണ്. വിവാഹത്തിന് മുമ്പ് ആ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അവർക്കൊരു കൗൺസിലിംഗ് അത്യാവശ്യമാണ്. കാര്യം ഹിന്ദു ആയാലും മറ്റേത് മതവിഭാഗമായാലും എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസമുണ്ട് അല്ലേ? പണ്ടത്തെ കാലത്തെ പോലെയല്ലല്ലോ. ഇന്ന് മക്കളെല്ലാം പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നു വീട്ടുകാര്. കാശില്ലെങ്കിൽ ലോൺ എടുത്ത് മക്കളെ പഠിപ്പിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഈ മക്കളെ ഇത്രയും പഠിപ്പിച്ച് ഒരു കൊലയ്ക്ക് കൊടുക്കുന്നത്? വിവാഹം കഴിച്ച് അയച്ചു കഴിഞ്ഞാൽ കൊലയ്ക്ക് കൊടുക്കുന്നു. ശരിക്കും മാതാപിതാക്കളാണ് നമ്മുടെ മക്കളെ നമ്മൾ തന്നെയാണ് കൊലയ്ക്ക് കൊടുക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ പറയുമ്പം ഒരു തവണ മാത്രം കേട്ടാൽ മതി. പിന്നെ അവൻ കാല് പിടിക്കുകയോ കാലിൽ വീഴുകയോ കിടന്നുരുളുകയോ എല്ലാം ചെയ്തിട്ട് ഇത് കേൾക്കുമ്പോഴേക്കും മനസ്സലിഞ്ഞ് പോകേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നത്? പെൺകുട്ടികളെ, നിങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിച്ചൂടെ? സ്വന്തം വീട്ടിൽ നിൽക്കുന്നത് അഭിമാനമാണ്. അച്ഛനും അമ്മയ്ക്കും അഭിമാന പ്രശ്നമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു അഭിമാന പ്രശ്നങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ, വിദ്യാഭ്യാസമില്ലേ പെൺകുട്ടിക്ക്? ആ കുട്ടിക്ക് ഒരു ടെസ്റ്റ് എഴുതി പാസ്സായി അതിനുള്ള ജോലി കണ്ടെത്തി ആ ജോലിയിലൂടെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും. ഈ ജോലി ഉള്ളവരാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നതെങ്കിൽ, ഒരു കുഞ്ഞ് പെണ്ണാവട്ടെ ആണാവട്ടെ ഒരു കുഞ്ഞ് ജനിച്ചു പോയെങ്കിൽ ആ കുഞ്ഞിനെയും കൊണ്ട് തന്ത്രപരമായിട്ട് സ്വന്തം വീട്ടിലേക്ക് വരിക. സ്വന്തം വീട്ടിൽ തന്നെ നിന്ന് പഠിക്കണമെന്നൊന്നുമില്ല. സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടുന്ന എത്രയെത്ര സൗകര്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്.